അമേരിക്കയുമായിട്ട് അങ്ങനെ ഒരു പരസ്യമായിട്ടുള്ള ഒരു സിനിമാറ്റിക് കൺഫ്രണ്ടേഷൻ വേണ്ട, സ്ട്രാറ്റജിക് ആയിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ രാജ്യങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിയൂ എന്നതിനെ നമുക്ക് എടുക്കാം. പക്ഷേ ആ സ്ട്രാറ്റജി കൊണ്ട്, അനുനയം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവണമല്ലോ. ആ പാരസ്പര്യം കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടാവണം. നമുക്ക് 50% തീരുവ അടിച്ചതിന് ശേഷം നമുക്കുണ്ടാകുന്ന GDP ലോസ് നമുക്കൊരു പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ ഇവരെന്താ എടുത്തിട്ടുള്ള കൗണ്ടർ സ്ട്രാറ്റജീസ് എന്ന് ഇവർ വ്യക്തമാക്കണം. നമ്മുടെ ഇപ്പം ഒരു $20 to $30 ബില്യൺ വരുമാന നഷ്ടം ഉണ്ടാവുകയാണ്. അത് പരിഹരിക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്, നമ്മുടെ ഈ പറഞ്ഞ സീ ഫുഡ് എക്സ്പോർട്ട്, നമ്മുടെ ഈ ജെംസിൻ്റെ എക്സ്പോർട്ട് എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതിന് പരിഹാരം എവിടെയെന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ അമേരിക്കയുമായിട്ട് അനുനയത്തിൻ്റെ പാത എടുത്തു. നമ്മുടെ അവിടെ പിടിച്ചുകൊണ്ട് വന്ന അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ആളുകളെ മുഴുവൻ അങ്ങേയറ്റം അപമാനിക്കുന്ന വിധത്തിൽ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച് ഇവിടെ കൊണ്ടുവന്ന് യുദ്ധവിമാനത്തിൽ ഇറക്കി വിട്ടു. നമ്മൾ കണ്ടുകൊണ്ടൊന്നും ഒരു അക്ഷരം വേണ്ടിയില്ല. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ തീരുവ പ്രശ്നം പരിഹരിക്കാനാണോ? അതോ നമ്മളുമായി നമ്മുടെ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ മുഴുവൻ വേഗത്തിൽ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണോ? എങ്കിലും ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇപ്പോഴും തീരുവ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഗുണം സാധാരണക്കാരന് കിട്ടുന്നുള്ളത് വേറെ കാര്യം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ലോകത്തെവിടെയും ഇല്ലാത്ത വിലക്കിഴിവിലാണ് റഷ്യ നമുക്ക് തന്നത്. കാരണം റഷ്യയ്ക്ക് ബയോസ് കുറവായിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ നമ്മൾ തയ്യാറായി. നമ്മളെ ഇപ്പം നയാര, എൻ്റെ റിലയൻസ് ഒക്കെയാണ്, പിന്നെ പൊതുമേഖല കമ്പനികളും, അവരെ മറ്റൊരാ കൂടുതലും. അത്രയും കുറഞ്ഞ പൈസയ്ക്ക് നമ്മൾ കിട്ടി. നമ്മൾ ഭയങ്കര ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ കമ്പനികൾ, ഇന്ത്യൻ കമ്പനികളാണല്ലോ ലാഭം ഉണ്ടാക്കുന്നത്. ട്രംപ് പറഞ്ഞ് മേടിക്കുന്നിടത്തണമെന്ന് നമ്മൾ 80% കുറച്ചു, ഓർഡർ വെട്ടി കുറച്ചു. ഈ റിലയൻസ് എല്ലാം സൗദി മറ്റ് കമ്പനികളൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ വാങ്ങിക്കുന്നത്. എന്താണ് നമ്മുടെ ഗുണം? എന്താണ് നമ്മൾ ഈ നഷ്ടം സഹിക്കുന്നതിൻ്റെ ഗുണം എന്താണ് എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുക. നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്, ടെക്സ്റ്റൈൽ കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്, സീ ഫുഡ് കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്, അതിനെല്ലാം മേജർ മാർക്കറ്റ് ഷെയർ കൈയാളുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. ആ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം സെറ്റിൽ ചെയ്യുന്നതിൽ നമുക്ക് പരാജയം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ്, ഏറ്റവും വലിയ വിപണിയാണ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമുക്കൊരു പവറില്ലേ? നമുക്ക് ആ കാര്യം സംസാരിക്കാൻ പറ്റണ്ടേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ വിപണി എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു സഹകരണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് അമേരിക്ക പോകാൻ പറ്റുക? അമേരിക്കയുടെ ഏറ്റവും വലിയ ത്രട്ടും അമേരിക്ക ഏറ്റവും വലിയ ശത്രു രാജ്യമായി കാണുന്ന ചൈന എവിടെയുള്ളത്? ചൈനയോടുള്ള അമേരിക്കയുടെ ചൈനയ്ക്കെതിരായിട്ടുള്ള പദ്ധതികളുടെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ അലയായിട്ട് അമേരിക്ക കാണുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്കും അമേരിക്കയും പരസ്പരം വിഘടിച്ചു പോവുക സാധ്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അമേരിക്കയും അതിൻ്റെ സ്ട്രാറ്റജിക്, അതിൻ്റെ പ്രതിരോധം, ഒപ്പം അതിൻ്റെ ജനാധിപത്യ ആശയം അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയേണ്ടതാണ്. അത് മുൻനിർത്തി നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ചേരാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയാണ്, ചൈനയല്ല, വേറെ ഏതെങ്കിലും രാജ്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ചു ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഡെമോക്രാറ്റിക് കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയാണ് നമ്മുടെ ബെസ്റ്റ് പാർട്ട്ണർ, അല്ലാതെ റഷ്യയോ ചൈനയൊന്നും അല്ല.